ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്ക് ഒരു വാല്യുബിൾ പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട്, നമുക്ക് ഒരു വിലയുള്ള ഒരു വ്യക്തിത്വം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് പെരുമാറാൻ കഴിയും. നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് ശ്രമിക്കണം. നമ്മുടെ സ്വഭാവത്തിലായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലായിരുന്നാലും എന്ത് കാര്യത്തിലായിരുന്നാലും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തിലായിരുന്നാലും നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ കുക്കിങ്ങിലാണെങ്കിലും നമ്മൾ പുതിയ പുതിയ പരീക്ഷണങ്ങളുള്ള ഫുഡുകൾ ഉണ്ടാക്കുകയും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിൽ ആ മേഖലയിൽ അടുത്ത ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെയൊക്കെ കുറിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് മേഖലയായിരുന്നാലും അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറിലും നമ്മുടെ സ്വഭാവത്തിലൊക്കെ നമ്മൾ ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയൊക്കെ ചെയ്യുക. നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും, പക്ഷേ നമ്മളതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. നമ്മൾ ചെറിയ ചെറിയ തുടക്കങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് ഫസ്റ്റ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വില കളയുന്ന ഒന്നാണ് നമ്മൾ ഈ ആൾക്കാരെക്കുറിച്ചുള്ള ഗോസിപ്പ് പറയുന്നത്, പരദൂഷണം പറയുന്നത്, മറ്റുള്ളവരെ താഴ്ത്തുന്നതിനും അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും വേറൊരാളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവമൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് നമുക്കത് കണ്ട് കേട്ടൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ വന്നു ചേർന്നതായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നമ്മുടെ വാല്യൂ കൂട്ടുകൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതല്ലാതെ മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്താനും അവർക്ക് നെഗറ്റീവ് വശങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണും. അതൊക്കെ നമ്മൾ കണ്ടെത്തി അതിനെയൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് നടന്ന് നമ്മുടെ വിലയും കൂടെ താഴ്ത്തി കളയാതിരിക്കുക. എല്ലാവർക്കും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കാണും. അവരുടെ ക്യാരക്ടർ അവർ ശരിയാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് അവർക്ക് ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവർ ശരിയാക്കിക്കോട്ടെ. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളിലും കുറവുകളിലേക്ക് നോക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി, നമ്മുടെ ഉള്ളിൽ ഇന്നർ സൈഡിലേക്ക് നോക്കി നമുക്കത് എന്താണ് ആവശ്യം എന്നുള്ളത് കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മളിപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വന്ന് ഭവിക്കുന്ന കാര്യങ്ങളും പോസിറ്റീവുള്ള കാര്യങ്ങളായിരിക്കും. മറ്റത് നമ്മളെല്ലാവരുടെയും നെഗറ്റീവ് വശങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ മനസ്സും മറ്റുള്ളവരുടെ നെഗറ്റീവ് ക്യാരക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെകഞ്ഞുകൊണ്ട് നടക്കും. നമ്മുടെ ജീവിതത്തിൽ വളർച്ചയൊന്നും ഉണ്ടാവില്ല. ആ ഭാഗം വിടുക. നമ്മുടെ മറ്റുള്ളവരുടെ ഗോസിപ്പുകൾ അവർ പറയാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവരുടെ ഭാഗം. നമ്മൾ മറ്റുള്ളവരുടെ ഗോസിപ്പുകൾ പറഞ്ഞ് നടക്കാതിരിക്കുക, പ്രദൂഷണവും ഏഷ്ണിയൊക്കെ പറഞ്ഞ് പറ്റാതിരിക്കുക. അടുത്തൊരു ടിപ്സാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാതിരിക്കുക. അവരുടെ സ്വകാര്യതയുടെ അവർ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളടുത്ത് പറയുകയാണെങ്കിൽ അത് കേൾക്കുക, അതിന് പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും സഹായമൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാതിരിക്കുക. അവരുടെ പ്രൈവസി അവരുടേതാണ്, അതിലേക്ക് നമ്മൾ ഇടിച്ചു കയറി ചെല്ലാതിരിക്കുക. അത് അവർക്ക് നമ്മളോട് എന്തെങ്കിലും ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മളെ സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്യാം. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാതെ അവരുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാതിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടിപ്സാണ് നമ്മുടെ വാല്യൂ കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ തന്നെ നമ്മൾ വില കുറച്ച് പറയാതിരിക്കുക. സ്വന്തത്തെ നമ്മൾ വില കുറച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാതിരിക്കുക. അത് അപ്പോഴവർ നമ്മൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ പറയുന്നതായിരിക്കും. പക്ഷേ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും മറ്റുള്ളവരും നമ്മുടെ നെഗറ്റീവ് നമ്മൾ പറയുമ്പോൾ അത് അവർ കേച്ച് ചെയ്ത് വെച്ചിരിക്കുകയും അത് പിന്നീട് ഒരു അവസരത്തിൽ നമ്മളെ തന്നെ ഡൗൺ ആക്കാൻ വേണ്ടി അത് അവർ ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ സ്വന്തത്തെ ഒരിക്കലും താഴ്ത്തി കെട്ടാതിരിക്കുക. അതുപോലെ പൊങ്ങച്ചവും പറയാനില്ല, കുറിച്ച് നമുക്കൊരറിവും അവബോധവും ഒക്കെ ഉണ്ടല്ല, നമ്മളത് മറ്റുള്ളവരടുത്ത് പറഞ്ഞു നടത്തേണ്ട. നമ്മുടെ പ്രവൃത്തിയിലൂടെ അവർക്കത് മനസ്സിലായിക്കോളും. അല്ലാതെ നമ്മൾ കൂടുതൽ പൊങ്ങച്ചവും അവരടുത്ത് പറഞ്ഞു നടക്കണം, നമ്മളെക്കുറിച്ച് താഴ്ത്തുകയും ചെയ്യാതിരിക്കുക. നമ്മളെക്കുറിച്ച് വിലയില്ലാതെ നമ്മൾ തന്നെ മറ്റുള്ളവരടുത്ത് പറഞ്ഞു നടക്കാതിരിക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് എടുത്തു വെച്ചിരുന്നിട്ട് നമുക്ക് വേണ്ട അവസരത്തിൽ
സന്ദർഭത്തിൽ അവർ നമ്മൾക്ക് എതിരെ പ്രയോഗിക്കുകയും നമ്മൾ അത് കേട്ട് വിഷമിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ വില കുറച്ച് കാണാത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കാതെ അവർ എന്നെ സഹായിച്ചില്ല, അവരത് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് അത് എങ്ങനെ കിട്ടും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും അതൊക്കെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. നമുക്ക് ഒരിടത്തും എത്താനും പറ്റത്തില്ല. നമ്മളിങ്ങനെ പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും. അതിന് പകരമായിട്ട് ഇപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട്. നമുക്കതെങ്ങനെ കിട്ടും, അല്ലെങ്കിൽ നമുക്കതെന്താണ് വേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിനൊക്കെ വേണ്ടി ഇറങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. അപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലാതെ നമുക്ക് മറ്റുള്ളവർ നമ്മളെ സഹായിച്ചില്ല, അല്ലെങ്കിൽ അവർ പരിഗണന നൽകിയില്ല, ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കുറച്ച് വീഴ്ചകളൊക്കെ വന്നാലും അവിടെ നിന്ന് ഡൗൺ ആയി പോവാതെ വീണ്ടും നമ്മൾ ശ്രമിച്ച് ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. എന്നും ഒരേ ലെവലിൽ തന്നെ പോവാതെ നമ്മളൊരു വാല്യുബിൾ പേഴ്സണായിട്ട് നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ധൈര്യമൊക്കെ നമ്മൾ ആർജിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതെല്ലാം നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ഇന്നർ സൈഡിൽ, ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ആ മൈൻഡിൻ്റെ പവർ കൊണ്ട് നമുക്ക് ധൈര്യവും കോൺഫിഡൻസും വാല്യുബിളായിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആയിട്ട് നമുക്ക് കാം ആൻഡ് കൂളായിട്ടൊക്കെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്ത് അത് നേടിയെടുക്കാനൊക്കെ കഴിയും. അതിന് നമ്മുടെ ദൈവവും പ്രപഞ്ചശക്തിയൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.